ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് PV അൻവർ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു വാക് യുദ്ധം. ഒരു അസാധാരണമായ ഒരു വാർത്താ സമ്മേളനമാണെന്ന് പറയാം അല്ലെ? മുഖ്യമന്ത്രി ഭരണപക്ഷ MLA ആണ്. അതെ, വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി രാവിലെ നടത്തുന്നു. അതിന് മറുപടിയായി വൈകിട്ട് അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ തള്ളുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും എന്താണ് കൊള്ളിക്കേണ്ടിടത്ത് അൻവർ കൃത്യമായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. PV അൻവറിന്റെ ആരോപണങ്ങളിൽ വിശ്വസ്തർക്ക് സംരക്ഷണം തീർത്താണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തെത്തിയത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയും സംരക്ഷിച്ച മുഖ്യമന്ത്രി P ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പറഞ്ഞു. എന്നാൽ P ശശി സ്വർണ്ണക്കടത്തിന്റെ പങ്കുപറ്റുന്നു എന്ന ഗുരുതര ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. അദ്ദേഹം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. ഈ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസമില്ല. ഞാൻ P ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പോലീസിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിച്ച ആരോപണത്തെയും മുഖ്യമന്ത്രി തള്ളി. ഇത്തരം ആരോപണങ്ങൾ മൂലം രക്ഷപ്പെടുന്നത് സ്വർണ്ണക്കടത്ത് പ്രതികളാണെന്നും പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടി പാടില്ലെന്നുമാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് പോലീസ് അല്ല, കസ്റ്റംസ് ആണെന്നായിരുന്നു അൻവറിന്റെ വൈകുന്നേരത്തെ മറുപടി. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിന് ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. ഇത്രയും നാളത്തെ ആരോപണങ്ങൾ ഉയർത്തിയാലും എന്തായാലും ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രി PV അൻവറിനെ പരസ്യമായി തള്ളുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് അതെല്ലാം മാറി. PV അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളയാളാണെന്ന് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു. പാർട്ടിയോട് പറയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് അൻവർ ആരോപണവും ഉന്നയിച്ചു എന്ന ചോദ്യത്തിനാണ് കോൺഗ്രസ് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടായത്. എന്നാൽ EMSും കോൺഗ്രസിൽ നിന്ന് വന്നയാളാണെന്ന് PV അൻവർ തിരിച്ചടിച്ചു. അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ? എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ. SP സുജിത് ദാസുമായുള്ള സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട അൻവറിന്റെ നടപടിയെയും മുഖ്യമന്ത്രി തള്ളി. പൊതുപ്രവർത്തകർ കാത്തു സൂക്ഷിക്കേണ്ട മര്യാദ അൻവർ പാലിച്ചില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ ഫോൺ സംഭാഷണം പുറത്തുവിടാതെ മറ്റ് മാർഗങ്ങളില്ലായിരുന്നു എന്നാണ് PV അൻവർ ഇതിന് നൽകിയ വിശദീകരണം. അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. എന്തായാലും മുഖ്യമന്ത്രി ഈ രീതിയിൽ നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. വളരെ ക്ഷുഭിതനായാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. മാത്രമല്ല, ഒരു ഭരണപക്ഷ MLAക്കെതിരെയാണ് മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വന്നു എന്നുള്ളതും ഏറെ രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല,
അൻവർ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനം അത് കൃത്യമായി മുഖ്യമന്ത്രിക്കുള്ള മറുപടി ആയിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ രീതിയിൽ തന്നെയാണ് അത് വിലയിരുത്തപ്പെടുന്നത്. പല കാര്യങ്ങളും ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെന്തായിരിക്കും ഇനി മറുപടി? ഇത് പാർട്ടി ഇതിനകത്ത് ഇടപെടുമോ, മറുപടി പറയുമോ, അല്ല മുഖ്യമന്ത്രി തന്നെ ഇനിയിപ്പോൾ എന്താണ് ഇതിനൊരു പ്രതികരണം നടത്തുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. അപ്പോൾ രാഷ്ട്രീയ വിഷയമായി, രാഷ്ട്രീയ കൗതുകമുള്ള വിഷയമായി അത് മാറുന്നുണ്ട്. മറുഭാഗത്ത് പ്രതിപക്ഷം ഈ വിഷയത്തെ ഇന്നിപ്പോൾ നടത്തിയ 2 പ്രതികരണങ്ങളെയും എങ്ങനെ കാണുന്നു എന്ന് കൂടി നമുക്ക് കണ്ടറിയാം. അതെന്തായാലും അൻവർ തൊടുത്തുവിട്ട അമ്പുകൾ അതിപ്പോഴും ഇങ്ങനെ എല്ലാ അന്തരീക്ഷത്തിലുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന് തുടർ വാർത്തയായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറിനാണ് റിപ്പോർട്ട് നൽകിയത്. 5 മാസത്തിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ADGP MR അജിത് കുമാർ DGPക്ക് കൈമാറിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് നാളെയോടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. 24-ന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിൽ ഒരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയായിരിക്കും തുടർ നടപടികളിൽ തീരുമാനമെടുക്കുക. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന വാദം കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുകയാണ്. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ പറഞ്ഞു. അന്വേഷണം കുറെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് പുറത്തെടുക്കേണ്ടി വരും. കാരണം CPI-കാരനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ അവർ വല്ലാണ്ട് മോശമാവുമല്ലോ. അവർ പൂരം കലക്കാൻ ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 4 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇത് പിന്നീട് DGPക്ക് കൈമാറി. പരാതിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPയാണ് MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം. ഇനി മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ നേരം മുഖ്യമന്ത്രി ഇന്ന് എടുത്തത് മാധ്യമങ്ങൾ വിമർശിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ നേരം മാധ്യമങ്ങൾക്കുള്ള വിമർശനമായിരുന്നു മുഖ്യമന്ത്രി നടത്തിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. വ്യാജ വാർത്തകൾക്ക് പിന്നിൽ കേരളത്തെ തകർക്കാനുള്ള അജണ്ടയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഭീഷണിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആദ്യ 55 മിനിറ്റും മാധ്യമ വിമർശനം. ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്കുമായി ബന്ധപ്പെട്ട വിവിധ ചാനലുകളിലും പത്രങ്ങളിലും വന്ന തലക്കെട്ടുകൾ വായിച്ച മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി മറുപടി നൽകി. കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. കേന്ദ്ര സഹായം കേരളത്തിന് കിട്ടരുതെന്ന ദുഷ്ടലാക്കാണ് പ്രചരണത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി. ഇപ്പോൾ പിന്തുണ തകർക്കുക, സഹായം തടയുക, ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. വ്യാജ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. വ്യാജ വാർത്തയുടെ പേരിലാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനിക്കെതിരെ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വ്യാജ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ടാണ്. കെവിൻ വധം, AKG സെന്റർ ആക്രമണം എന്നിങ്ങനെ പല സംഭവങ്ങളിലും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയിട്ടുണ്ടെന്നും ചില മാധ്യമങ്ങൾ മാത്രമാണ് തെറ്റ് മനസ്സിലാക്കുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ. പ്രേക്ഷകരുടെ കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് വൈകി ഇങ്ങനെ ആവർത്തിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശമ്പളം കട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അത് ഞാൻ കണ്ടു. നമ്മള് 24-ലെ ക്ലോക്കിലെ ടൈം മാറിപ്പോയോ, ലേറ്റായി വന്നാലും പൊളിച്ചു എന്ന് ലേഖാജയൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ താമസിച്ചെത്തിയിലെ പരിഭവം ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, ഞാൻ പ്രാപ്രായിൽ ലൈവിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നേ ഇല്ല. ഇനിയിപ്പോൾ ഗൾഫിലേക്ക് പോകേണ്ടി വരുമോ ലൈവ് കിട്ടാൻ വേണ്ടി എന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല സുലൈമാനിക്ക, നിങ്ങൾ വിളിക്കൂ.
അതെ, എങ്ങനെ പിന്നെന്താ? ഇതാ ഇവിടെ ഒരു രവികുമാർ പറയുന്നുണ്ട്, പ്രവിത അൻവറും മുഖ്യമന്ത്രിയും കൂടി ടോം ആൻഡ് ജെറി കളിക്കുകയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രതികരണം കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. നിഷാദവിയുടെ ഇന്നത്തെ സന്ദേശം ഇതാണ്: നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാം നമ്മൾക്ക് ലഭിച്ചു എന്ന് വരില്ല കേട്ടോ പ്രവിത. എന്നാൽ കാലം നമുക്ക് വേണ്ടി കരുതി വെച്ചൊരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറം സന്തോഷം നമ്മളെ തേടിയെത്തും. വളരെ സത്യമായ കാര്യമാണ്. അതെ, നിഷാദ് പറഞ്ഞു. ലക്ഷ്മണൻ പറയുന്നു, പ്രവീൺ ആൻഡ് പ്രവിത പ്രജനാണ് കേട്ടോ, രണ്ടുപേരും ഇന്ന് കാണാത്തത് കൊണ്ട് ഞാനെല്ലാം ഉപേക്ഷിച്ച് ഉറങ്ങാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് രണ്ടുപേരുടെയും പേര് കണ്ടപ്പോൾ എഴുന്നേറ്റ് പ്രോഗ്രാം കാണുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇന്നത്തെ ആ പാട്ട് പ്രേക്ഷകർ പഴയ പാട്ടാണ്, അപ്പോൾ ആ പാട്ട് പാടിയതിന് ഒരുപാട് പ്രേക്ഷകർ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ നന്ദു ഭാർഗവ് തങ്കം എന്ന് എനിക്ക് തോന്നുന്നു സംഗീതവുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ പാട്ടിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ഇഴകേറി സംസാരിക്കാറുണ്ട്. ഇന്നത്തെ പാട്ട് കലക്കി എന്നാണ്, ഇന്നത്തെ പാട്ട് സെലക്ഷൻ സൂപ്പർ. പല്ലവി രണ്ടുപേരും കിടുക്കി, അനുപല്ലവി തുടക്കം പ്രജിൻ പിച്ച് ഔട്ട് ആക്കി, തുടർന്ന് പ്രവിധേയമാക്കി. അപ്പോൾ ബാലൻസ്ഡ് ആണ്. മൈ മാർക്ക് 6 out of 10 എന്നൊക്കെ പറഞ്ഞ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് നന്ദു ഭാർഗവ് തങ്കം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ ഇങ്ങനെ തുടരുക. നമ്മൾ നിങ്ങളുടെ കമന്റുകളൊക്കെ വായിക്കുന്നതായിരിക്കും. വെൽക്കം ബാക്ക് പ്രിയ പ്രേക്ഷകരെ. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒരുപാട് പ്രേക്ഷകർ ഇന്ന് ഒരുപാട് നേരം അന്വേഷിച്ച കാര്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഫീസിലൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു ഈ ശിരൂരിലെ സെർച്ച് എന്തായി എന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് എന്താണ് നമുക്ക് നോക്കാം. ഇന്ന് എന്ത് നടന്നു അവിടെ എന്ന് നോക്കാം. ശിരൂരിലെ 3ാം ഘട്ട ദൗത്യം തുടരുകയാണ്. ഇന്ന് നടത്തിയ തെരച്ചിൽ 2 വാഹന ഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് അതായത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. നദിക്കടിയിൽ മുങ്ങി പരിശോധന നാളെയും നടത്തുമെന്ന് ഈശ്വർ മൽപേ വ്യക്തമാക്കിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, ഇന്ന് നടത്തിയ തെരച്ചിൽ അത് എത്രമാത്രം അതിന് പുരോഗതിയുണ്ട്? ഇന്ന് കിട്ടിയ വാഹന ഭാഗങ്ങൾ അത് അർജുന്റെ വാഹനത്തിൻ്റെതല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളത്തെ തിരച്ചിൽ അത് അതേ സ്ഥലത്ത് തന്നെയാണോ? എന്താണ് അതിന്റെ നടപടികൾ നാളെ? ഗുഡ് ഈവനിങ് പ്രജിൻ, പ്രവിത. സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ദിവസമാണിന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണുമാന്തിയുള്ള പരിശോധനയിൽ ചില ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് അർജുൻ്റെ വാഹനത്തിൻ്റെതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയോടുകൂടിയൊക്കെ തടിക്കഷ്ണങ്ങളടക്കമുള്ളവ കണ്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം 2 സ്പോട്ടുകളിൽ ഈശ്വർ മാൽപേ ലോറിയുടെ ചില ഭാഗങ്ങൾ, വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ പ്രതീക്ഷയുടെ മുനമ്പിലായിരുന്നു നിസ്സംശയം പറയാം. കാരണം ഈ ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലാണ് കടന്നു പോകുന്നത്. ഈ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ദൗത്യസംഘവും ഭരണകൂടവും എല്ലാം ഉള്ളത്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന, ഒപ്പം ഈ മുങ്ങൽ വിദഗ്ധർ മുങ്ങിയുള്ള പരിശോധന, അതൊക്കെ നടക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഈ പ്രതീക്ഷയുടെ ദിനം സന്ധ്യയോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരത്തോട് അടുക്കുമ്പോൾ അത് നിരാശയ്ക്ക് വഴിമാറുന്നതാണ് നമ്മൾ ഈ ഗംഗാവാലി പുഴയുടെ തീരത്ത് നിന്ന് ഇന്ന് പ്രധാനമായി കണ്ടത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഈശ്വർ മാൽപേ 2 ഇടങ്ങളിൽ, അതായത് നേരത്തെ നാവികസേന സ്പോട്ട് ചെയ്ത CP4 എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന്, ആ പോയിന്റിൽ നിന്ന് ഏതാണ്ട് 60 മീറ്റർ മാറി ഒരു ലോറി തല കീഴായി മറിഞ്ഞു കിടക്കുന്നത് പുഴയുടെ 15 അടി താഴെ അദ്ദേഹം കാണുന്നത്. അദ്ദേഹം ഡൈവ് ചെയ്ത് നടത്തിയ പരിശോധനയിലാണ് ഈശ്വർ മാൽപേ അത് കണ്ടെത്തുന്നത്. 2 വീലും 2 ടയറും കണ്ടു എന്ന് അദ്ദേഹം പുറത്തു വന്ന മാധ്യമങ്ങളോടും മറ്റ് അധികൃതരോടും പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും നടത്തിയ പരിശോധനയിൽ, അതായത് ആ കണ്ടെത്തിയ പ്രദേശത്ത് നിന്ന് 30 മീറ്റർ താഴെ അദ്ദേഹം വീണ്ടും നടത്തിയ പരിശോധനയിൽ മറ്റൊരു വാഹനത്തിൻ്റെതാണെന്ന് വ്യക്തമല്ല, ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ക്യാബിനും അടക്കമുള്ളവ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ഈ ഡ്രഡ്ജിംഗ് വെസൽ ഈ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. അവിടെ എത്തി ഈ ഡ്രഡ്ജിംഗ് വെസലിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് ആ മേഖലയിൽ ആദ്യ സ്പോട്ടിൽ നിന്ന് ഈ കണ്ട ടയർ ഉയർത്തുന്നുള്ള ശ്രമം നടത്തി. ആ ടയർ ഉയർത്തി 2 ടയറും ഒപ്പം ഒരു ആക്സിലും ഉണ്ടായിരുന്നു. ചുമന്ന നിറത്തിലുള്ള ആക്സിലാണ് ഉണ്ടായിരുന്നത്. ശരി അലക്സ്, എന്തായാലും ഇന്ന് കിട്ടിയ ഈ വാഹന ഭാഗങ്ങൾ പക്ഷെ അത് അർജുന്റെ ലോറിയുടേതല്ല എന്നതാണ് നമ്മളെ നിരാശപ്പെടുത്തിയത്. നാളെയും ഈ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട്. കൂടുതൽ മണ്ണ് അത് കോരി മാറ്റിയിട്ടായിരിക്കും ആ തെരച്ചിൽ നടത്തുക. അതുപോലെ ഈശ്വർ മാൽപേയും നാളെ വീണ്ടും മുങ്ങി തപ്പുന്നുണ്ട്. അപ്പോൾ കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ദൗത്യ സംഘത്തിനുള്ളത്. അലക്സ് റാം മുഹമ്മദാണ് ഷിരൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നലെ ഒരു വിയോഗവാർത്ത നമ്മളെ തേടി എത്തിയിരുന്നു. മലയാള സിനിമയിലെ അമ്മ മുഖം കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മയാണ്. ആലുവ കരുമാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടന്നു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാനെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി P. രാജീവ് അന്ത്യോപചാരം അർപ്പിച്ചു. ആലുവ കരുമാലൂരിലെ ശ്രീപീഠത്തിൽ ഇനി അമ്മച്ചിരിയില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഈ വീട്. 2008 മുതൽ 16 വർഷക്കാലം കവിയൂർ പൊന്നമ്മ താമസിച്ചത് ഇവിടെയാണ്. പ്രളയകാലത്ത്
മുങ്ങിപ്പോയ ചരിത്രമുണ്ട് ഈ വീടിന്. ആ സമയത്ത് മാറി താമസിച്ചതൊഴിച്ചാൽ പിന്നീട് മുഴുവൻ സമയവും ഇവിടെ തന്നെയായിരുന്നു. പെരിയാറിന്റെ കാറ്റേറ്റ് ഇനി അന്ത്യവിശ്രമം. അമ്മ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് വിട ചൊല്ലി. പൊന്നമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആലുവ കരുമാലൂരിലെ ശ്രീപീഠം വീട്ടുവളപ്പിലായിരുന്നു അന്ത്യയാത്രയ്ക്കായി ചിതയൊരുക്കിയത്. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. രണ്ട് ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങിയ മകൾക്ക് സംസ്കാര ചടങ്ങിന് എത്താനായില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്കു കാണാൻ പൊതുദർശനം നടന്ന കളമശ്ശേരി ടൗൺ ഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. രാവിലെ 9 മുതൽ 12 മണിവരെയായിരുന്നു പൊതുദർശനം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, സിദ്ദിഖ്, ജോഷി, സത്യൻ അന്തിക്കാട് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വിട പറഞ്ഞത് മലയാളികളുടെ അമ്മ മുഖമെന്ന സിനിമാ ലോകം. മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം, പകരം വെക്കാനില്ലാത്ത ഒരു അഭിനേത്രി, പകരം വെക്കാനില്ലാത്ത ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കുടുംബത്തിലെ ഒരു അംഗം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ആയുസ്സെത്തിയാൽ പോകണം എന്നുള്ളത് അതൊരു നിയമമാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഈ ചിതയിലെരിഞ്ഞ് സ്നേഹസ്മരണയാകുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ മഹാപ്രതിഭയാണ്. കവിയൂർ പൊന്നമ്മയ്ക്ക് മരണമില്ല. പകർന്നാടിയ നൂറുകണക്കിന് അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ മാതൃഭാവത്തിന്റെ പ്രതീകമായി പൊന്നമ്മ പൊന്നോർമ്മയായി മലയാളിയുടെ മനസ്സിൽ എന്നും ജീവിക്കും. ആലുവയിലെ കരുമാലൂരിൽ നിന്നും ടീം 24. അപ്പോൾ അങ്ങനെ ഒരാൾ കൂടി വിടവാകുന്നു. മലയാള സിനിമയ്ക്ക് ഒരു വലിയ വിടവുണ്ടാക്കിയാണ് കവിയൂർ പൊന്നമ്മ മാഞ്ഞു പോകുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, അനശ്വരമാക്കിയ കഥാപാത്രങ്ങളാണ്. അവയ്ക്കൊന്നും മരണമില്ലാതെ എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ മലയാളികൾ എത്ര കാലമുണ്ടോ 3 അമ്മമാരെയും മലയാളികൾ ഇനി മിസ് ചെയ്യും. KPSC ലളിത, സുകുമാരി ചേച്ചി, അതോടൊപ്പം തന്നെ കവിയൂർ പൊന്നമ്മ. എങ്കിലും അവരുടെ കഥാപാത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർ എന്താണ് പറയുക, പകർന്നാടിയ ഒരുപാട് അമ്മവേഷങ്ങൾ, അത് നമ്മുടെ സ്വന്തം അമ്മ പോലെ നമുക്ക് തോന്നുന്ന അത്തരം അവരുടെ പ്രകടനങ്ങൾ, അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും അതുപോലെ ഉണ്ടാകും. അപ്പോൾ ആ ഓർമ്മയിലാണ് ഇനി അവർ ജീവിക്കുക. ഇന്ന് മറ്റൊരു വിയോഗ വാർത്ത കൂടി ഇന്ന് വന്നു അല്ലേ. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് ഗാന്ധിനഗറിലുള്ള വീട്ടിലും പിന്നീട് ലെനിൻ സെന്ററിലും എത്തിക്കും. എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറും. CPIM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ MM ലോറൻസ് അടിസ്ഥാന തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചതിൽ പ്രധാനിയാണ്. 1980 ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് പോകാം. അവിടെ സംഭവ ബഹുലമായിരുന്നു. കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഇന്ന് വലിയൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ചെയ്തു. അതിഷിക്കൊപ്പം 5 മന്ത്രിമാരും ചുമതലയേറ്റിട്ടുണ്ട്. ഡൽഹി രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കളും പങ്കെടുത്തു. ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി 43-കാരിയായ അതിഷി ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. വൈകിട്ട് 4:30 രാജ്നിവാസിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയിൽ നിന്നും അതിഷി സത്യവാചകം ഏറ്റുചൊല്ലി. मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान
और विधि के अनुसार न्याय करूंगी। മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി മുകേഷ് അഹ്ലാവത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായി, ഇമ്രാൻ ഹുസൈൻ എന്നിവർ മന്ത്രിസഭയിൽ തുടരും. അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അതിഷി. कि उन्होंने मुझ पर भरोसा किया और मुझे इतनी बड़ी जिम्मेदारी सौंपी, दिल्ली के लोगों की देखरेख की जिम्मेदारी सौंपी. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാജ്നിവാസിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. അതിഷിയുടെ മാതാപിതാക്കളായ തൃപ്ത വാഹിയും വിജയ് സിംഗും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. ഡൽഹിയെ ഇനി അതിഷി നയിക്കും. സുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി. വിനീത വിജി, 24, ഡൽഹി. യെസ്, അപ്പോൾ ഡൽഹിയിലെത്തുന്ന മൂന്നാമത്തെ മുഖ്യമന്ത്രിയാണ്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായ മൂന്നാമത്തെ വനിതയാണ് അതിഷി എന്ന് പറയുന്നത്. ആ രീതിയിൽ എങ്ങനെയാണ് ഇനിയിപ്പോൾ അവരുടെ ഭരണം അതെങ്ങനെ നിർവഹിക്കുന്നു നോക്കാം. എന്തായാലും ഇതിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വനിതാ മുഖത്തെ അല്ലെങ്കിൽ വനിതയെ മുഖ്യമന്ത്രിയാക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല മുൻപ് മുഖ്യമന്ത്രിമാരായിരുന്ന ആ രണ്ട് വനിതകളും പിന്നീട് ശക്തമായിട്ടുള്ള സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹിയിൽ എങ്ങനെയാണ് ഈ നീക്കങ്ങൾ ആം ആദ്മിക്കത് ഗുണകരമാവുന്നുണ്ടോ അല്ല അത് പിന്നോട്ട് പോകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. കമന്റ് ബോക്സിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കബീർ പൊന്നമ്മയെ അനുസ്മരിക്കുന്നുണ്ട്. ഇന്നലെയും നമ്മൾ അത്തരം കമന്റുകൾ വായിച്ചതാണ്. മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം അമ്മ മരിച്ചതിന് ശേഷം എന്ന് പറയുന്നു തോമസ് ജോർജ്. ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു പറയുന്നു. കബീർ പൊന്നമ്മ ശരിക്കും പൊന്നമ്മ തന്നെയായിരുന്നു എന്ന് പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു. അതെ, നിങ്ങളൊക്കെ പോയിരുന്നു ആദരാഞ്ജലി അർപ്പിക്കാനെന്ന് സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്. ഞാൻ പോയില്ല, പ്രജിൻ റിപ്പോർട്ടിങ്ങിന് പോയിരുന്നു. ഒപ്പം തന്നെ പ്രജിനോടൊരു പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നുണ്ട്. മഹേഷ് ആണല്ലേ? മഹേഷ് അതെ, മുമ്പ് മഹേഷ് ചോദിച്ചിരുന്നു. നമുക്ക് രണ്ടുപേരും പാടാം. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ, വരാതെ വന്ന എൻ ദേവി നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ. അതെ, പ്രേക്ഷകർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പൊന്നമ്മ ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലത്തെ നമ്മുടെ ഷോ ആരംഭിച്ചത് തന്നെ അങ്ങനെ ഒരു പാട്ടിൽ നിന്നായിരുന്നു. ബാബ കല്യാണിയിലെ പാട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. റോമി ചോദിക്കുന്നുണ്ട്, നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി എന്നുള്ള ആ പാട്ട് പാടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കതങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി, നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി. ലിറിക്സ് ശരിയാണോന്ന് അറിയില്ല. എനിക്ക് ലിറിക്സ് തെറ്റിച്ച് പാടുന്ന ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. പഠിച്ചിട്ട് പാടാം, അതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമന്റുകളൊക്കെ പോരട്ടെ, നമ്മൾ വായിക്കാൻ റെഡിയാണ്. അഞ്ജു സുധാകരൻ ഒരു കമന്റ് ചെയ്യുന്നുണ്ട്. ഐ ഹാവ് ലേൺ ദാറ്റ് പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു സെഡ്, പീപ്പിൾ വിൽ ഫോർഗെറ്റ് വാട്ട് യു ഡിഡ്, but people will never forget how you made them feel. Thank you President and Previ for making others feel happy എന്ന് പറയുന്നു അഞ്ജു സുധാകരൻ. അങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞങ്ങളെ ഹാപ്പി ആക്കിയതിന് കെ ശിവദാസ് പറയുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ത്രില്ലാണ്, ചിലർ അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ഇന്നുണ്ട്, ചോദ്യം വരുന്നുണ്ട് വഴിയെ. യെസ്, വെൽക്കം ബാക്ക്. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് പ്രവിത. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികനെ വീട്ടിൽ കയറി 3 പേർ മർദ്ദിച്ചവശനാക്കിയ സംഭവത്തിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ആഴാംകുളം സ്വദേശിയായ തപസി മുത്താണ് മരിച്ചത്. യെസ്, ആ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ സംഭവത്തിൽ ചികിത്സയിലായിരുന്നു ഇത്രയും നാൾ തപസി മുത്ത് എന്നയാൾ. ഇപ്പോൾ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിൻ്റെ അടുത്ത നീക്കമെന്നത് നമുക്കറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ സന്ദേശം ലോകത്തിന് നൽകിയ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. എന്നാലും ഈ കാലത്ത് ഗുരുചിന്തകൾക്ക് പ്രസക്തി ഏറെയുണ്ട് എന്ന് പറയാതെ വയ്യ. അത്തരമൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ മഹാത്മാവിന്റെ ഓർമ്മകളിലേക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന
മാതൃകാ സ്ഥാനമാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കർമ്മം കൊണ്ട് അഭിവൃദ്ധി നേടാനും സംഘടന കൊണ്ട് ശക്തരാകാനും ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു. അദ്വൈതം ജീവിത മതമായി സ്വീകരിച്ച ശ്രീനാരായണ ഗുരു ജീവിതത്തിലും അദ്വൈത ദർശനം പ്രാവർത്തികമാക്കി. എല്ലാത്തരം സാമൂഹ്യ തിന്മകളെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കി സമഭാവനയുള്ള ലോകം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു ഗുരുവിന്റെ ലക്ഷ്യം. തൊട്ടുകൂടായ്മയിൽ അടിമപ്പെട്ട ഒരു വിഭാഗം ജനതയ്ക്ക് ഗുരുവിന്റെ വചനങ്ങൾ വെളിച്ചമായി തീർന്നു. ഗുരുവിന്റെ തത്വദർശനം വിശ്വമാനവികതയാണ്. ആ ദർശനത്തിന്റെ മഹത്വമാണ് ഗാന്ധിജിയെപ്പോലെയുള്ള മഹാത്മാക്കളെ ഗുരുവിലേക്ക് ആകർഷിച്ചത്. 1925 ആലുവ അദ്വൈതാശ്രമത്തിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച സർവമത സമ്മേളനമാണ് മതസൗഹാർദ്ദ സംവാദത്തിന്റെ പ്രാരംഭം. എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും അതുകൊണ്ട് മതം പലതല്ല ഒന്നാണെന്നുമാണ് ഗുരു അനുശാസിച്ചത്. അരുവിപ്പുറം പ്രതിഷ്ഠയും കളവംകോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന മുന്നേറ്റത്തിൽ ചെലുത്തിയ സ്വാധീനം അത്രമേൽ വലുതാണ്. ഇനി വരുന്ന തലമുറകൾക്കും ഗുരു പഠിപ്പിച്ച പാഠങ്ങൾ വഴിവിളക്കായി മാറണം. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ ഗുരു പകർന്നു തന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതെല്ലാം ഇങ്ങനെ എന്താണ് ഇപ്പോഴും അത് അർത്ഥവത്താണ്. ഇപ്പോഴും ഈ എന്താണ് കാതിവൃത്തിയാണെന്ന് പറയാം. ഗുരുവിൻ്റെ ഓരോ വചനങ്ങളും അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയ ഒരുപാട് സന്ദേശങ്ങളും. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് അൽഷിമേഴ്സ് ഡേ ആണ്. അതെ, ബ്ലസ്സി സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച 2005 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് തന്മാത്ര. അപ്പോൾ ആ സിനിമ കാണാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. അതിൽ അൽഷിമേഴ്സ് പിടിപെട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതെങ്ങനെയാണെന്നൊക്കെ വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. അൽഷിമേഴ്സ് എന്ന രോഗത്തിന്റെ തീവ്രത എത്രയെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ഒരു സിനിമ കൂടിയായിരുന്നു അത്. ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനം. അൽഷിമേഴ്സ് ഉൾപ്പെടെ ഓർമ്മയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഓരോ 3 സെക്കൻഡിലും ഒരാൾക്ക് വീതം മറവിരോഗം ബാധിക്കുന്നുണ്ടെന്നാണ് കണക്ക്. 2030 മറവിരോഗം ബാധിച്ചവരുടെ എണ്ണം 78 ദശലക്ഷം കടക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വികസ്വര അവികസിത രാജ്യങ്ങളിലാണ്. ഇന്ത്യയും ചൈനയും അടക്കമുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ വൃദ്ധരുടെ എണ്ണം അതിവേഗം വർദ്ധിക്കുന്നത് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ വർഷവും 10 ദശലക്ഷം പേർക്ക് മറവിരോഗം ബാധിക്കുന്നു. സാമ്പത്തിക രംഗത്ത് $1.3 ട്രില്യൺ ബാധ്യതയാണ് മറവിരോഗം മൂലമുണ്ടാകുന്നത്. ഇന്ത്യയിലെ മറവിരോഗബാധിതരിൽ 90% രോഗം കണ്ടുപിടിക്കപ്പെടുന്നില്ല. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, സാമൂഹികപരമായ ഉൾവലിയൽ, മോശം ഉറക്കക്രമം തുടങ്ങിയവയാണ് അൽഷൈമേഴ്സിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ക്രമേണ ഓർമ്മ നശിക്കൽ, വിഭ്രാന്തി, മതിഭ്രമം എന്നിവയിൽ എത്താം. ചിലരിൽ ചലനശേഷിയെയും കാഴ്ച കേൾവിശക്തിയെയും വരെ ബാധിക്കാം. മരണസാധ്യത വർദ്ധിക്കുകയും ചെയ്യും. തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയും മതിയായ ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് രക്ഷ നേടാം. മസ്തിഷ്കാരോഗ്യവും അപകടസാധ്യത കുറയ്ക്കലും എന്നതാണ് ഇത്തവണത്തെ ദിനത്തിന്റെ മുദ്രാവാക്യം. റിസർച്ച് ഡെസ്ക് 24. നമ്മൾ ഇപ്പോൾ അൽഷിമേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് അതിലൂടെ കടന്നു പോകുന്നവർക്ക് പോലും അത് അറിയില്ലല്ലോ, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ള. എനിക്ക് അറിയുന്ന ഒരു അമ്മുമ്മ ഉണ്ടായിരുന്നു. അമ്മുമ്മയ്ക്ക് അറിയാം മറവി ഉണ്ടെന്ന് അറിയാം, പക്ഷെ പറഞ്ഞത് തന്നെ ഇങ്ങനെ 5 മിനിറ്റ് ഇടവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും, അത് തന്നെ പറയും, എൻ്റെ മോളെ എനിക്ക് ഒരു ഓർമ്മയില്ല കേട്ടോ എന്ന് പറയും. ഓർമ്മ നഷ്ടപ്പെടുന്നതല്ലെങ്കിൽ അത്തരം സൂചനകൾ ലഭിക്കും നമുക്ക്. അത് കൃത്യമായി കൂടെയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ആ സമയത്ത് വേണ്ട പരിചരണം കൂടെ നിർത്തുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അത് ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഇന്ന് അൽഷിമേഴ്സ് ഡേ. അപ്പോൾ നാളെ മറ്റൊരു ദിനമാണ്. എന്താണ് നാളെ? ഫുട്ബോൾ പ്രേമികൾക്ക്, ആരാധകർക്ക് ആർത്തുല്ലസിക്കാനുള്ള ദിനമാണ്. കാരണം ISL മത്സരം കൊച്ചിയിൽ നടക്കുന്നു നാളെ. അപ്പോൾ ആരാണ്? കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇവിടുത്തെ ഹോം മാച്ചാണ്. ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. മത്സരത്തിൽ ജയിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ആരാധകരൊക്കെ ചോദിക്കുന്നുണ്ട്. ജയിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വിദേശ പ്രതിരോധ താരം അലക്സാണ്ടർ കൊയ്ഫ് ഈ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. ബ്ലാസ്റ്റേഴ്സിനുള്ള ആരാധക പിന്തുണ അവിശ്വസനീയമാണെന്നും യൂറോപ്യൻ ക്ലബ്ബുകൾക്ക് പോലും ഇത്രയധികം ആരാധകരില്ല എന്നുമാണ് കൊയ്ഫ് 24നോട് പറഞ്ഞത്. പ്രതികരണം കാണാം. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ താരം അലക്സാണ്ടർ കൊയ്ഫ് ഇപ്പോൾ 24നൊപ്പം ചേരുന്നു. കൊയ്ഫ്, ഇറ്റ് വാസ് എ
not a dream start for Kerala Blasters in opening day? Yeah, it was not the result that we were expecting. We were very disappointing after the game because we think after when we get back to 1-1, maybe we can win, but finally we have to going back to work this week very hard to try to get this first point in. Your first time in India. What prompted you to join Kerala Blasters? I was happy because when you see the club and the fan base, it's absolutely incredible. I think even in Europe, I don't know any clubs like this. So for me, it was like something natural to come and sign here. You can play as a defensive midfielder too. What is the role that given by your coach? I used to play in midfield and I like it. I can play everywhere, I think. Me to be happy, I just want to be on the pitch, so you can me even goalkeeper, I will be happy. Next game against East Bengal, one of the popular teams in India too. Are you ready for that challenge? Yes, I think all the games will be very hard for us this year, so better to play again in home with the help of the stands and the Manjapada. We think that we can reverse the things to get the first result for us. Thank you, Kaif. All the best for the game against East Bengal. കൊച്ചിയിൽ നിന്ന് വിഷ്ണുവിനൊപ്പം അനിൽ വാസുദേവ് 24. യെസ്, അപ്പോൾ നാളെ കൊച്ചി കലൂരിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നാളെ ഒരു മഞ്ഞക്കടലിനും പ്രതീക്ഷിക്കാം. കാരണം മഞ്ഞപ്പട കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിപ്പിക്കാൻ, എന്താണ് പറയുക, സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ എത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം തിരുവോണ ദിനത്തിലായിരുന്നു അന്ന് ആദ്യ മത്സരം ഉണ്ടായത്. അന്ന് പകുതി ആൾക്കാർ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിച്ചുള്ളൂ. അപ്പോൾ നാളത്തെ അത്രയും റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 7:30 നാളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ എല്ലാവരും ഉണ്ടാവും. മലയാളികൾ എന്താണെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു അപ്പോൾ നാളെ ബ്ലാസ്റ്റേഴ്സ് പൊളിക്കും. വൈകിട്ട് 7:30 മത്സരം. അതെ, കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റുകളുണ്ട് അല്ലേ? പ്രിൻസി പറയുന്നു, വായിക്കില്ലെന്നറിയാം എന്നാലും പറയാതിരിക്കാൻ വയ്യ, നിങ്ങൾ പൊളിയാണ്. താങ്ക് യു പ്രിൻസി. എന്റെ പൊന്നോ. എന്താ തോമസ് ജോർജ് പറയുന്നു, തോമസ് ഏട്ടൻ പറയുന്നത് ഇന്ന് നിങ്ങളുടെ ഗുഡ് നൈറ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം ഡിന്നർ കഴിക്കണം എന്ന്. അയ്യോ, ഇതുവരെ കഴിച്ചില്ല. ലില്ലി ചേച്ചി, ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ഐഡി. ഹലോ പ്രജിത അല്ല കേട്ടോ, പ്രജിനാണേ. സുഖമാണോ രണ്ടുപേർക്കും? അതേലോ സുഖമാണ്, ചേച്ചിക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഷക്കീർ ഹുസൈൻ പറയുന്നു, വ്യത്യസ്തമായ വാർത്താ അവതരണ രീതി കണ്ടെത്തി ജനശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രോഗ്രാമായി മാറിയിരിക്കുന്നു ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത എന്ന് പറയുന്നു. താങ്ക് യു. പിന്നെ നമ്മളോടൊരു പ്രേക്ഷകൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് പ്രജിൻ. കണ്ണീർ പൂവിൻ്റെ, അതെ, അലി മേപ്പാടിയാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് കിരീടത്തിലെ ഒരു പാട്ട് പാടാമോ? കണ്ണീർ പൂവിൻ്റെ. രണ്ടുപേർ കൂടെ പാടാം അല്ലേ? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു നിന്റെ പുള്ളൂർ കുടം പോലെ തേങ്ങി. അങ്ങനെ പോകുന്നു. അപ്പോൾ ആ പാട്ടുമായിട്ടുണ്ട്. സമയം 11:27. നമ്മുടെ ഷോ ഏതാണ്ട് കഴിയാൻ സമയമാവുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമായ നവരസ 24 ചൊവ്വാഴ്ച കോഴിക്കോട് തുടക്കമാകും. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമാണ് നവരസ. നവരസ കലോത്സവത്തിന്റെ ആദ്യ ദിനം രചനാ മത്സരങ്ങളാണ്. ബുധനാഴ്ചയാണ് ഔപചാരിക ഉദ്ഘാടനം. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ സാഹിത്യ പദവി ലഭിച്ച കോഴിക്കോടിനുള്ള അക്ഷരാർപ്പണവും കോഴിക്കോടിന്റെ പ്രിയ എഴുത്തുകാർക്കുള്ള ആദരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റേറ്റ് കലോത്സവം അല്ലെങ്കിൽ CBSE കലോത്സവം പോലെ തന്നെ എല്ലാ ഈവൻറ്റിലും മത്സരങ്ങളുണ്ടാവും. ഗോകുലത്തിൻ്റെ എല്ലാ സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുക. ഈ ഗോകുലം പബ്ലിക് സ്കൂൾ വെച്ചായിരുന്നു. അത് ഫസ്റ്റ് നവരസയായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് സെക്കൻഡ് എഡിഷനാണ് കോഴിക്കോട് വെച്ച് നടക്കുന്നത്. 26 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സിനിമാ താരം ഉണ്ണി മുകുന്ദൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ കാലിക്കറ്റ് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ മനോഹരൻ, ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് DGM MK ബൈജു, കലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 24 കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. മുണ്ടക്കായി ഉരുൾപൊട്ടലിൽ കുടുംബത്തെയും വാഹനാപകടത്തിൽ പ്രതിശ്രുതവരനെയും നഷ്ടപ്പെട്ട ചൂരൽമലയിലെ ശ്രുതി അതിജീവനത്തിന്റെ പാതയിലാണിപ്പോൾ. ആശുപത്രി വിട്ട ശേഷം കൽപ്പറ്റ
കൽപ്പറ്റയിലെ വാടക വീട്ടിൽ വിശ്രമത്തിൽ കഴിയുന്ന ശ്രുതി ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ മനസ്സ് തുറന്നു. ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കും എന്ന് ശ്രുതി പറയുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ശ്രുതി ആശുപത്രി വിട്ട ശേഷം അമ്പിലേരിയിലെ വാടക വീട്ടിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത്. ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ജീവിക്കുമെന്ന് ശ്രുതി. ജെൻസന്റെ കുടുംബം തനിക്കൊപ്പം എപ്പോഴുമുണ്ട്. തന്റെ ബന്ധുക്കളും കൂടെയുണ്ടെന്ന് ശ്രുതി പറഞ്ഞു. ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു ജീവിതം. ഇച്ചാൻ ആഗ്രഹിക്കുന്ന പോലെ എന്താണോ അതേമാതിരി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മതി. എനിക്ക് എല്ലാവരും ചെയ്തു തരുന്നുണ്ട്. ജെൻസന്റെ വീട്ടുകാർ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ കൂടെ ഒപ്പം നിൽക്കുന്നുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരു കുറവും വരുത്താണ്ട് എന്നെ നല്ല രീതിക്ക് അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ പോകാൻ സൗകര്യം കണക്കിലെടുത്താണ് അമ്പിലേരിയിൽ താമസിക്കുന്നത്. അല്ലെങ്കിൽ ജെൻസന്റെ വീട്ടിലേക്കായിരുന്നു പോകേണ്ടിരുന്നത്. ടി സിദ്ദിഖ് MLA അടക്കമുള്ളവരുടെ പിന്തുണയെക്കുറിച്ചും ശ്രുതി 24 മോർണിംഗ് ഷോയിൽ മനസ്സു തുറന്നു. ഇപ്പം ഞങ്ങൾ റെന്റിന് വീട് എടുത്തിട്ടുണ്ട്. അവിടെയാണ്, കൽപ്പറ്റയിൽ തന്നെയാണ്. അപ്പോൾ കുറച്ചും കൂടെ സൗകര്യം ഇവിടെയാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനുള്ളതിന് കൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ജെൻസന്റെ വീട്ടിലോട്ടായിരുന്നു പോവേണ്ടത്. സാറും ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. ശ്രുതിയുടെ തുടർ ജീവിതത്തിന് എല്ലാ പിന്തുണയും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ മാസം 10-ന് കൽപ്പറ്റയിലുണ്ടായ വാഹനാപകടത്തിലാണ് ജെൻസൺ മരിച്ചത്. മാതാപിതാക്കളെയും സഹോദരിയെയും ചൂരൽമല മുണ്ടക്കൈ ഉൾപ്പൊട്ടലിൽ ശ്രുതിക്ക് നഷ്ടമായിരുന്നു. 24 വയനാട്. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് അത്രമാത്രം പോസിറ്റീവായിട്ടൊരു കാര്യമാണല്ലേ. നമ്മുടെയൊക്കെ അതിന് എല്ലാ സപ്പോർട്ടും നമ്മളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും. ശ്രുതിക്കുണ്ടായ പോലുള്ള ദുരന്തം അത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല അല്ലേ. ഒന്നിനു പിറകെ ഒന്നായ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പോഴും പറയുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുമെന്നൊക്കെ ശ്രുതി വളരെ പോസിറ്റീവായിട്ടാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഹാറ്റ്സ് ഓഫ്. അനിയൻ കുഞ്ഞ് പറയുന്നുണ്ട്, ഹായ് പ്രജൻ പ്രവിത, എൻ്റെ പേര് ശ്രീകൃഷ്ണ ഉണ്ണികൃഷ്ണൻ, സൗദിയിൽ നിന്നാണ്. നിങ്ങൾ രണ്ടുപേരുടെയും വലിയ ഫാനാണ്. എന്നും ഞങ്ങൾ ഈ പ്രോഗ്രാം കാണും. താങ്ക് യു സോ മച്ച്. അതേപോലെ റിച്ചു പറഞ്ഞു, ഇന്ന് മെസ്സേജ് വായിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഡൽഹിയിൽ നിന്നും വണ്ടി കയറും കൊച്ചിയിലേക്കെന്ന്. നമുക്ക് കാണാം. ഫോർ യു പറയുന്നു, പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. പ്രവാസികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ്. അതറിയുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനിയും തുടർന്നും മെസ്സേജസ് അയക്കണം, അഭിപ്രായം പറയണം. ശ്രുതി അതിജീവിക്കട്ടെ എന്ന് പറയുന്നത് റീന സതീശൻ. അപ്പോൾ അങ്ങനെ ഒരു നല്ല പ്രതീക്ഷയിലാണ് നമ്മളും ഇന്നത്തെ ഗുഡ് നൈറ്റ് ഷോ വൈൻഡപ്പ് ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ജീവിതത്തെ കാണാം. നാളെ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ തൽക്കാലം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു രാത്രി നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. ബൈ.